ഹേ ഗൈസ്, ആയുധ പൂജ ആയിട്ട് വണ്ടിക്കെല്ലാം ഒരു പൂജ ആക്കി. ഇത് ജണ്ണണ്ണയും ജണ്ണന്റെ സ്വന്തം ബായും. അവർ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് അണ്ടിപ്പരിപ്പലിട്ട് ഒരു ഷേക്ക് തന്നു, അതും കുടിച്ച് പരിപാടി തുടങ്ങി. പിന്നെ നമ്മ സെറ്റ് ടീമിന്റെ പഠനം കൊണ്ട് കാസർഗോഡ് കുർക്കോട് അമ്പലത്തിലേക്ക് പോയി. ആടെ നവരാത്രി സ്പെഷ്യൽ ഹൗസ്ഫുൾ ആൾക്കാർ. ആടെ നമ്മുടെ സബ്സ്ക്രൈബർ ഇതൻ കുട്ടനെ കണ്ട് ചെക്ക ഞങ്ങളുടെ ഡൈ ഹാർഡ് ഫാൻ ഒരു സെൽഫി എല്ലാം എടുത്തോണ്ട് പോയി. ഭയങ്കര ബമ്പായി നമുക്ക്. അങ്ങനെ ആ സന്തോഷത്തിൽ അമ്പലത്തിൽ കിട്ടിയ ചോറും വെച്ച് ഖത്തർ സൂസിന്റെ സന്ത വേണോന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാകുമ്പോ നമുക്ക് സ്വന്തം എടുത്തി തന്നു. ഈ എല്ലാവരും ഷോക്ക് അടുപ്പിച്ചിട്ട് കൊന്നോന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തന്നു. പിന്നെ ജമാലുക്കും ഗോപ്പുനെല്ലാം നിരത്തി ഞമ്മ ഷോക്ക് കൊടുത്ത്. അപ്പോഴത്തേക്ക് സൂസു ആന്റി പറഞ്ഞ് നമുക്ക് ഇതെന്തോ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പന്നെ അയാൾക്ക് ഷോക്ക് അടിച്ചു. പിന്നെ അവിടെ ലോങ്ങിൽ ഒരു പുലിക്കളി ആയിക്കോണ്ടേ. നോക്കുമ്പോഴത്തേക്ക് ആ പുലിക്കളിയിൽ ഗോപുവിന്റെ കസിൻ അനിയത്തിയുണ്ടേ. അങ്ങനെ അവക്ക് ഹായും കൊടുത്തിട്ട് തിരിയുമ്പോ സെലീമിന്റെ കരച്ചിൽ അവന് കാറ് വേണോന്ന്. അങ്ങനെ കാറും ബസും പിപിയും എല്ലാം സാധനം എല്ലാം എടുത്ത്. അപ്പോഴത്തേക്ക് ഒരുത്തന് പുലി കളിക്കണോന്ന്. അങ്ങനെ അതും എടുത്ത്. അപ്പൊ സെലീമിനും സൂസിനെല്ലാം നല്ല വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും കിടാക്കളെ മനസ്സ് കണ്ടില്ല ആൾക്കാരുടെ അതിനാട്ടിച്ചോണ്ട് പോകുന്ന. ഖത്തർ സൂസിനൊക്കെ ഐസ്ക്രീം കഴിച്ചപ്പോ ആള് പാഞ്ഞു. പിന്നെ ആളെ പിടിച്ചോണ്ട് വന്നിട്ട് എങ്ങനെയാലും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടല്ലോ ഐസ്ക്രീമിന്റെ പൈസയും കൊടുപ്പിച്ച് നമ്മൾ ഐസ്ക്രീം തന്നു. കണ്ണെന്ന് കണ്ണീര് വരുന്നത് അറിയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഫുൾ ഓക്കെ എന്ന് പറഞ്ഞ് സൂസ് സെറ്റായി. പിന്നെ ആടുന്ന് തിരിച്ച് അപ്പൊ എല്ലാവരും ഫോളോ ആക്കിക്കോ.